ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ചയിലേക്ക് നയിച്ചതിന് മുൻകാലങ്ങളിലെ ചോർച്ചകളോട് വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ച അലംഭാവവും കാരണമായി. ഓണം പരീക്ഷാ കാലത്തും ചോദ്യപേപ്പർ ചോർച്ചയെന്ന ആരോപണം ഉയർന്നപ്പോൾ പോലീസ് അന്വേഷണത്തിലേക്ക് എത്തിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായില്ല. എല്ലാ വകുപ്പ് തലത്തിലും തീർക്കാനായിരുന്നു താൽപര്യമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകൾ തന്നെ തെളിയിക്കുന്നു. എല്ലാ പരീക്ഷയിലും ചില വിഷയങ്ങളിലൊക്കെ 1-2 പ്രശ്നങ്ങളൊക്കെ പരാതി വരാറുണ്ട്. നമ്മളതിനെ പെരുപ്പിച്ച് കാണിക്കാറില്ല. വിദ്യാഭ്യാസ വകുപ്പിൽ തന്നെ ഒരു അന്വേഷണമൊക്കെ നടത്തി അങ്ങ് അവസാനിപ്പിക്കുകയാണ് പതിവ്. അങ്ങനെയല്ലേ ചെയ്യാൻ പാടുള്ളൂ. ഓണപരീക്ഷാ കാലത്തെ ചോർച്ചയിൽ പോലീസ് അന്വേഷണം നടത്താത്തതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് വിദ്യാഭ്യാസ മന്ത്രി നൽകിയ മറുപടിയാണിത്. ഇതൊന്നും പെരുപ്പിച്ച് കാണിക്കരുതെന്ന വാചകത്തിലൂടെ വകുപ്പിന്റെ സമീപനം വ്യക്തമാണ്. പൊതുപരീക്ഷ അല്ലാത്തതിനാൽ വലിയ നടപടികളിലേക്ക് പോകാൻ വകുപ്പിന് അന്നും താല്പര്യമില്ലായിരുന്നു. പ്രശ്നങ്ങൾ പർവ്വതീകരിച്ച് വലിയൊരു പ്രശ്നമാക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഡിപ്പാർട്ട്മെന്റ് തന്നെ അത് മേലെ ആവർത്തിക്കാതിരിക്കുന്ന നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതാണോ സ്വീകരിക്കുന്ന ഒരു നടപടി. ആർക്കൊക്കെ എതിരെ വകുപ്പ് തല നടപടിയെടുത്തുവെന്ന് പരസ്യപ്പെടുത്താനും സർക്കാർ തയ്യാറല്ല. നടപടി സ്വീകരിച്ചിട്ടുള്ള അധ്യാപകരുടെ പേര് മുഴുവൻ പറയാൻ പ്രയാസമായിരിക്കും. കുറേ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇത്തവണ യൂട്യൂബ് ചാനലിലേക്ക് വിവരങ്ങൾ വിരമിച്ച അധ്യാപകൻ വഴിയാണ് എത്തിയതെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വിരമിച്ച അധ്യാപകനിലേക്ക് ചോർന്ന വഴി കണ്ടെത്തുകയാണ് ഇനി വേണ്ടത്. മീഡിയ 1 തിരുവനന്തപുരം.